അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമുക്കൊരു പാലപ്പവും സ്റ്റൂ ഉണ്ടാക്കിയാലോ? നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 7ാമത്തെ ദിവസം നമുക്ക് പാലപ്പവും സ്റ്റൂ ആണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മളൊരു മിക്സിയിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് അരയാൻ ആവശ്യമായിട്ട് നമ്മൾ നെകക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് കറക്റ്റ് ഒന്ന് മൂടി നിന്നാൽ മതിയാവും. അതൊന്ന് അരച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബാച്ച് അരയ്ക്കുമ്പോൾ നമ്മൾ ആ പച്ചരിയിലേക്ക് ഒരു തവി ചോറും ഓൾമോസ്റ്റ് ഒരു 2 തവി തേങ്ങായും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങയുടെയും ചോറിൻ്റെയും ഒപ്പം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതിയാവും, ഒരുപാട് കൂടിപ്പോയാൽ ചുമന്ന് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ടത് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ആ അരച്ചെടുത്തുകൊണ്ട് വന്നത് ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരിമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് അരച്ചതോടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം രണ്ടാമത്തേത്തിലാണ് നമ്മൾ തേങ്ങായും ചോറും ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാലപ്പമാവ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഓവർനൈറ്റ് അടച്ച് വെക്കാം കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഫെർമെൻ്റായി നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഇളക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. അത് കഴിഞ്ഞിട്ട് ഉപ്പ് എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാലപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കണം കേട്ടോ. ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ മാവ് ഒരു തവി എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ഇതുപോലെ നല്ലതായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ചുറ്റിച്ചു കൊടുക്കണേ. ഇനി നമുക്കത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പാലപ്പം നമ്മൾ തിരിച്ചിട്ട് വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു സൈഡിൽ തന്നെ വേവിക്കുന്നുള്ളൂ, നമ്മളത് തിരിച്ചിടുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം സെറ്റായിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് എല്ലാ അപ്പങ്ങളും ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൂവിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റൂവിലേക്ക് വേണ്ടത് നമ്മളെ സവോളയാട്ടോ, അതും നമ്മൾ ആവശ്യത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ 1-ാം പാലാണ്. ഇനി ഒരു 15 മിനിറ്റ് നമ്മൾ കുറച്ച് കാഷ്യൂസ് എടുത്ത് കുതിർക്കാനിടണം. ഇനി നമ്മൾ ചുവട് കട്ടിയുള്ളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഇട്ട് കൊടുക്കണേ. പിന്നെ നമ്മൾ അതിലേക്ക് സ്പൈസസ് ആയിട്ടുള്ള കറുവപ്പട്ട, ഏലക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് നമ്മൾ ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൂവിന് നമ്മൾ പേസ്റ്റല്ല ചേർക്കുന്നത്, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാട്ടോ ചേർക്കുന്നത്. ഇനി അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേലും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നീളത്തിൽ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളകാട്ടോ. പച്ചമുളകും ചേർത്ത് പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും പച്ചമുളകും ഇനി നല്ല രീതിയിൽ മൂത്ത് വരണം. അപ്പോഴത്തേക്കും നമുക്ക് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് മുമ്പേ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള എളുപ്പം വാഴി കിട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് 3 മീഡിയം സൈസ്ഡ് അല്ലെങ്കിൽ ചെറുതോ ആയിട്ടുള്ള സവോളയാട്ടോ. നോർമൽ ചിക്കൻ കറി വെക്കുന്ന അത്ര സവോള നമുക്ക് സ്റ്റൂ വെക്കുമ്പോൾ ആവശ്യമില്ല. ഇതാ നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 1/2 കിലോ ചിക്കൻ പീസസ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഈ സവോളയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്കൊന്ന് 2 മിനിറ്റ് തുറന്ന് വെച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് തുറന്ന് വെച്ച് അല്പസമയം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ ലാസ്റ്റത്തെ ദിവസമാട്ടോ. എല്ലാ സീരീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഞാൻ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം.
അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആട്ടോ. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മൾ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സവോള വാടാൻ വേണ്ടി മാത്രമുള്ള ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനി നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. രണ്ടാം പാലിലാണ് നമ്മുടെ സ്റ്റൂ വേകുന്നത്. ചിക്കനൊക്കെ വേകാനും മാത്രം നെകയ്ക്കുള്ള രണ്ടാം പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടാം പാലൂടെ ചേർത്തിട്ട് നമുക്ക് അതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് ചേർത്തൊന്ന് അധികം പീസസ് ഒക്കെ ഒന്ന് പൊടിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കൂടി നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ വീണ്ടും നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇനി നമുക്ക് നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങ് മാത്രം ഇങ്ങനെ നമ്മുടെ തവി കൊണ്ട് തന്നെ നമുക്ക് ഉടച്ച് കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. എക്സ്ട്രാ അടിച്ച് ചേർക്കണം എന്നില്ല, ഇങ്ങനെ തന്നെ ഒന്ന് നമ്മുടെ തവി കൊണ്ട് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാനിട്ട നമ്മുടെ കാഷ്യൂസ് നമ്മൾ അരച്ചൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കാഷ്യൂ ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂവിനൊരു പ്രത്യേക ടേസ്റ്റ് വരുവേ. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ കാഷ്യൂസ് ചേർക്കുന്നത്. അത് ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒന്നാം പാലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാം പാൽ ചേർത്തിട്ട് നമ്മൾ അധിക നേരം അടുപ്പിൽ വെക്കില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കറി പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം 1-2 തിള ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കറി മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇതാ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് കാഷ്യൂസ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിലെ ബാക്കി എപ്പിസോഡും കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണേ. അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അതും നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാ ഇനി നമുക്ക് സ്റ്റൂവിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വറുത്തിടാം കേട്ടോ. ചിക്കൻ സ്റ്റൂവിൽ നമ്മൾ കടുക് ചേർക്കില്ല, പകരം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് ചേർത്തിടവേ ഉള്ളൂ കേട്ടോ. ഇതാ നമുക്ക് ആദ്യം നമ്മുടെ കാഷ്യൂസ് വറുത്തത് നമ്മുടെ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാവേ. കൂടെ തന്നെ നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്തതോടെ ചേർത്ത് മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാവേ. ഇതാ നമ്മൾ പാലപ്പം എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പാലപ്പാട്ടോ, നല്ല പൂ പോലത്തെ പാലപ്പം. കൂടാതെ നമ്മൾ ചിക്കൻ സ്റ്റൂവും കൂടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള കുറുകിയ ഗ്രേവി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് പാലപ്പത്തിന് കോമ്പിനേഷനായിട്ട് പാലൊഴിച്ച നല്ല അടിപൊളി ബ്രൂ കാപ്പിയാണേ. കൂടുതൽ നല്ല മധുരമുള്ള ഞാലിപ്പൂവൻ പഴം കൂടി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.